ശ്രീരാമ, ചിന്താപ്പുരയുടെ തുടർന്ന് നമ്മുടെ അനുജൻ ദശമുഖ രാവണനെ വധിച്ചത് ഈ പുസ്തക ജീവിതത്തിനും മനുഷ്യത്തോട്ടം വലിച്ചു എന്നാണ് ഇന്ത്യ യോഗം ഈ അന്ത്യം കുറിച്ചാൽ വിധിക്കപ്പെട്ടത് ഈ തമ്മിലാണ്. ധീരശൂരന്മാരായ സകല ദേവതകളെയും ചൂണ്ടുവിരലിൽ മുന്നിൽ നിർത്താത്തക്ക ശക്തിയും ശക്തിയും ബുദ്ധിയുമുള്ള ഭദ്രപ്രമുഖ രാവണൻ ഇവിടെ ദശമുഖ രാവണന്റെ മൃത്യുവിന് കാരണക്കാരിയായ ആ സീത എവിടെയാണ് അവൾ? ഇനിയാണോ സീത? ഇന്നയാണോ നമ്മുടെ അന്തം യോഗിച്ചത്? ശ്രീരാമനും സർവ അസുഖനാം ശ്രീറാം പുരുഷ പരിച. അതിനേക്കാൾ ഭീകരമായിരിക്കും നിന്റെ അവസ്ഥ. പെണ്ണൊരു വിട്ടാൽ സാക്ഷാൽ ബ്രഹ്മന് പോലും തടുക്കാൻ കഴിയില്ലെന്ന് അറിയുമോ നിനക്ക്? ഓഹോ, എന്നാൽ നിന്റെ പതി രാമന്റെ അവസ്ഥയേക്കാൾ ഭയാനകമായിരിക്കും നിനക്ക്. ബ്രഹ്മശുദ്ധമായി ലഭിച്ച ശക്തി കൊണ്ട് നാം നേടിയെടുത്തതാണ് ഈ സാമ്രാജ്യം. ശത്രുവിന്റെ വിഗ്രഹത്തിനായി ഒരു വരദാതാവിന്റെ മനോളം നമുക്ക് ആവശ്യമില്ല. കാരണം വരശക്തിക്ക് നാം ആരുടെയും മുന്നിൽ തവസിരുന്നിട്ടില്ല. സ്ത്രീ എന്ന പരിഗണനയില്ലാതെ തന്നെ നിന്നെ വെട്ടി നിർത്തി ഈ പുഷ്കര ജീവിതം കരിങ്കടലിൽ വലിച്ചെറിയുന്ന അത് നിന്റെ താഴ്മോഹമാണ്. ഭഗവാൻ പുരുഷോത്തമന്റെ അംശാവതാരമായ ശ്രീരാമൻ മൃത്യുവിന് ഇരയാവുകയോ? അത് ഭഗവാന്റെ നാട്യമാണ് സഹസ്രമുഖ. ദശമുഖ രാവണനെ വധിച്ചത് ശ്രീരാമനെങ്കിൽ സഹസ്രമുഖ രാവണനായ നിന്നെ വധിക്കുന്നത് ഈ നാമാണ്. സർവശക്തികളും ജന്മന സ്വായത്തമാക്കിയ നാം കേവലം ഒരു അവലയായ നാരിയുടെ ജൽപ്പനത്തിന് മുങ്ങി ഭയക്കുകയോ? ഈ പറയുന്ന ബ്രഹ്മനും ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും ഈ സദസ്സുകളുടെ രാവണന്റെ മുന്നിൽ പഞ്ചപുഷ്പ പടക്കി ഓർക്കാൻച്ചു നിൽക്കും. അതാണ് കീഴ്വഴക്കം. ധീരശൂരനായ നിന്റെ പതിയുടെയും വാനര സൈന്യത്തിന്റെയും ദൂർജിതി കണ്ടതല്ലേ? എന്നിട്ടും നമ്മോട് കയറുന്ന നീ ആരാണ്?